അങ്ങനെ ചൊർലാഘാട്ടിലെ വെള്ളച്ചാട്ടങ്ങളൊക്കെ കണ്ട് നമ്മൾ സന്തോഷത്തോടെ വന്നുകൊണ്ടിരുന്നപ്പം അടിപൊളി സീനല്ലേ, ചെയ്തണ്ട വെള്ളച്ചാട്ടം കണ്ട അടിപൊളി വെള്ളച്ചാട്ടമൊക്കെ കണ്ട് നമ്മൾ പോരുവാണ്. അപ്പോഴാണ് നമുക്ക് നല്ലൊരു പണി കിട്ടുന്നത്. ഇത് കണ്ടോ, നമ്മുടെ സൈക്കിളിൻ്റെ ടയർ പൊട്ടിപ്പോയി. വീണ്ടും നമുക്ക് എവിടെ ചെന്നാലും നമുക്ക് ഘാട്ടിറങ്ങുമ്പോൾ നമുക്ക് പണി കിട്ടിയിട്ട് അത് തന്നെയാണ് സംഭവിച്ചത്. ടയർ പൊട്ടിപ്പോയി. കേട്ടോ, ടയർ പൊട്ടി കണ്ടാ, അടിപൊളിയല്ലേ. അപ്പോൾ പടയെന്നൊരു പൊട്ടൽ പൊട്ടി. ഇനിയിപ്പം ഇവരോടൊന്ന് ചോദിച്ചു നോക്കാം, ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ എന്ന്. ബൈ. അപ്പം നമുക്ക് നേരെ ഇവിടുന്ന് തള്ളാം. കാരണം വണ്ടിക്കാരൊന്നും നമ്മളത് സഹകരിക്കുകയല്ല. അത് അവരൊരു പ്രത്യേക സ്റ്റൈലുകാരാണ്. പക്ഷേ ബംഗാളിൽ നിന്നുള്ള ആൾക്കാർക്ക് മുഴുവൻ കേരളത്തിലെ ജോലി കിട്ടത്തുള്ളൂ, അത് വേറെ കാര്യം. केरला में आके काम करना है, वेस्ट बंगाल का गाड़ी में पूछा, वो मदद नहीं करेगा बोला. उसका काम चाहिए तो केरला में आना चाहिए. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോഴത്തെ നമ്മൾ ചൊർലാഘാട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതുണ്ട്, നല്ല അടിപൊളി വഴിയാണ്. വഴിയിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സൈക്കിള് പഞ്ചറായതുകൊണ്ട്, ടയർ പൊട്ടിപ്പോയതുകൊണ്ട് നമുക്ക് തള്ളി ഇറക്കാനേ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 3 കിലോമീറ്റർ താഴോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതുണ്ടോ, ഘാട്ടിൻ്റെ മുകൾ ഭാഗം കണ്ടോ, കോടമഞ്ഞ് കയറി കിടക്കുന്ന ഭാഗങ്ങളാണ്. ഇപ്പോൾ ചെറുതായിട്ടൊക്കെ സൂര്യൻ ഉദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഒരു ആശ്വാസമുണ്ട്. അങ്ങനെ ഞാനിപ്പോൾ ഒരു 3 കിലോമീറ്റർ 2-2.5 കിലോമീറ്ററോളം ഞാൻ തള്ളി താഴോട്ട് ഇറങ്ങി. ഇനിയുണ്ട് 5 കിലോമീറ്ററോടെ പോയാലേ ഉള്ളൂ. നമുക്ക് ഏകദേശം 8 കിലോമീറ്റർ ഉണ്ട് ഇനി നമുക്ക് മനുഷ്യവാസമുള്ള സ്ഥലത്തോട്ട്. അപ്പോൾ ഇപ്പോൾ 1:30-2 മണിയായി. അപ്പോൾ പതിയെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. ലോറിക്കാരെ ഒന്നും കൈ കാണിച്ചിട്ട് ആരും നിർത്തുന്നില്ല. ഒരു വെസ്റ്റ് ബംഗാൾ വണ്ടിയുണ്ട്. പക്ഷേ അവരോട് ചോദിച്ചപ്പോൾ അവരോടൊരു 10 മിനിറ്റ് ഒന്ന് നിർത്താവോ, സാധനങ്ങളൊന്ന് അഴിക്കാനുള്ള സമയം തരുമോ എന്ന് ചോദിച്ചപ്പോഴത്തേനും അവർക്കൊട്ടും സമയമില്ല. അതാണ് വെസ്റ്റ് ബംഗാളുകാരൻ്റെ ഗുണം. നമ്മുടെ നാട്ടിൽ ബംഗാളികൾ വന്ന് ഇഷ്ടം പോലെ പണിയെടുക്കുന്നു, നമ്മളെല്ലാം അവരെ സഹായിക്കുന്നു. അവന്മാരോടൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അവന്മാർ ഒരാളെ സഹായിക്കുകയില്ല. അവൻ വായിക്കുകയൊക്കെ ചെയ്തു, കേരള ടു കാശ്മീർ എന്നൊക്കെ വായിക്കുകയൊക്കെ ചെയ്തു. അതിനുള്ള ജ്ഞാനമൊക്കെ അവനുണ്ട്. പക്ഷെ അവനൊന്ന് ഹെൽപ്പ് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി ഇല്ല. അങ്ങനെയായിരുന്നെങ്കിൽ എനിക്കിപ്പം താഴെ എത്താമായിരുന്നു. ഈ 3 കിലോമീറ്റർ ഞാൻ തള്ളിയ നേരം കൊണ്ട് എനിക്ക് താഴെ എത്തി ടയർ നമുക്ക് തന്നെ മാറ്റാമായിരുന്നു. പക്ഷേ ഞാൻ ഇവിടെ വെച്ച് ടയർ മാറ്റാത്തതിൻ്റെ കാര്യം, മഴ വന്നു കഴിഞ്ഞാൽ മൊത്തം പ്രശ്നമാവും. അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് കയറി നിൽക്കാനുള്ളൊരു സ്ഥലം കിട്ടിയാലേ ഉള്ളൂ. അത് മൊല്ലം എന്നുള്ളൊരു സ്ഥലത്താണ് നമുക്കിനി എത്താനുള്ളത്. മോലത്തെത്തിയാൽ അവിടെ RTO ഓഫീസുണ്ട്, RTO ചെക്ക് പോസ്റ്റ്. അതിൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലും വണ്ടി വെച്ചിട്ട് സാധനങ്ങൾ ഇറക്കി വെച്ച് നമുക്ക് ടയർ മാറാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ശരി, നമ്മൾ ഈ മലയുടെ അടിവാരത്തൂടെ പതിയെ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ആരെയും നമ്മൾ ഹെൽപ്പ് ചോദിക്കുന്നില്ല. കാരണം ഒരുപാട് പേര് കൈവക്കി കാണിച്ചൊക്കെ കാറുകാർ പോകുന്നുണ്ട്. പക്ഷേ അത്രയൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയല്ലോ. ചോദിച്ചാലും അവർ ശരിയായ നടപടിയല്ല നമ്മൾ ചോദിക്കുന്നത് തന്നെ. അപ്പോൾ നമ്മൾ പതിയെ യാത്ര മുന്നോട്ട് പോവുകയാണ്. ഈ വഴി ഇങ്ങനെ ഇറങ്ങി താഴോട്ട് പോകണം. ഏതായാലും കയറ്റം തള്ളണ്ട, ഇറങ്ങി പോയാൽ മതി. അപ്പോൾ ശരി, യാത്ര തുടരുകയാണ്. അപ്പോഴത്തെ മനോഹരമായൊരു വെള്ളച്ചാട്ടം, അടിപൊളിയല്ലേ. ഇങ്ങനെ വേണം വെള്ളച്ചാട്ടമായ. ചെയ്തുണ്ടോ, നല്ല 2 സൈഡിൽ നിന്ന് ഒഴുകി വന്ന് ഒറ്റ ചാട്ടമായിട്ട് താഴോട്ട് പോകുന്നു. സൂപ്പർ. നല്ല ടൈമായിരുന്നേ ഇതിൻ്റെ ഇടയിൽ കൂടെ കയറി ചെന്ന് അവിടെ പോയിരുന്നിട്ട് കുളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ സൈക്കിൾ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് നമുക്ക് താഴോട്ട് പോയേ പറ്റത്തുള്ളൂ. വളരെ കഷ്ടപ്പെട്ടുള്ള യാത്രയാണ് കേട്ടോ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. സൈക്കിൾ ഇറക്കം ബ്രേക്ക് പിടിച്ച് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ബ്രേക്ക് കട്ടയെല്ലാം തീർന്നു കേട്ടോ, മാക്സിമം തീർന്നു. ആ അവസ്ഥയിലാണ് കൊണ്ടുപോകുന്നത്. ഇനി മൊല്ലം എന്നുള്ളൊരു സ്ഥലമുണ്ട്, അവിടെ 4 കിലോമീറ്റർ കൂടി ഇനി തള്ളാനുണ്ട്. 3 മണിയായി. അവിടെ ചെന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോഴത്തെ ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങി വന്നതാണ്. പാമ്പ് ചേമ്പ് കോമ്പ് ഒന്നുമില്ല. നല്ലൊരു വെള്ളച്ചാട്ടം കേട്ടോ. ഇത്രയും വെള്ളമേ ഉള്ളൂ, പക്ഷേ വരുന്ന വരവ് അതൊരു സംഭവമാണ് കേട്ടോ. മഹാരാഷ്ട്ര എന്നുള്ള ആൾക്കാരാണ് നമ്മളെ കണ്ടപ്പോഴത്തേന്. മഹാരാഷ്ട്രക്കാരാണ്.
കോൺസാ ഡിസ്ട്രിക്ട് സാംഗ്ലി ഡിസ്ട്രിക്റ്റിൽ നിന്ന് വന്ന ആളുകളാണ്. അവരെന്നെ കണ്ട് വഴിയിൽ തടഞ്ഞു നിർത്തി എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. ഗാഡിയാരെ സൈഡില. അപ്പോഴത്തേ മനോഹരമായൊരു വാട്ടർഫോൾസിൻ്റെ അടുത്താണ് ഞങ്ങളുള്ളത്. അപ്പോൾ നമ്മുടെ സൈക്കിൾ പഞ്ചറായതുകൊണ്ട് അവരോട് കാര്യമൊക്കെ പറഞ്ഞു. അവർക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയല്ലോ. അവർ കാറിലാണ്, അവർ 5 പേരുണ്ട്. അപ്പോൾ നമ്മൾ ഈ വാട്ടർഫോൾസൊക്കെ കണ്ട് പതിയെ ചവിട്ടി താഴോട്ട് പോവുകയാണ്. ചവിട്ടുമല്ല, തള്ളുകയാണ്. ഒരു 4 കിലോമീറ്റർ കൂടി ഉണ്ട്. അപ്പോൾ ശരി, നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇവർ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അവർ നമുക്ക് പൊരിയൊക്കെ എടുത്തു തന്നു. പക്ഷേ എനിക്ക് കഴിക്കാൻ പറ്റിയല്ല. പൊരി കഴിച്ചു കഴിഞ്ഞാൽ സൈക്ലിങ് നമുക്ക് ബുദ്ധിമുട്ടാണ്. അവർ നമ്മളെ സഹായിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, അവർക്ക് സഹായിക്കാനുള്ളൊരു മാർഗ്ഗമില്ല. അപ്പോൾ ശരി, നമ്മുടെ യാത്ര തുടരുകയാണ്. ഓക്കെ, താങ്ക് യു ബ്രോസ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ അത് ഇന്നലെ ഇവിടുത്തെ ചെക്ക് പോസ്റ്റിൽ വന്ന് കിടന്നതാണ്. ഇതാണ് ഗോവയുടെ ചെക്ക് പോസ്റ്റ്. ഇത് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും സന്തോഷമായി. ഇത് എക്സൈസിൻ്റെ ഉണ്ട്, നമ്മുടെ പോലീസിൻ്റെ ഉണ്ട്, പിന്നെ RTOD ഉണ്ട്. അപ്പം എല്ലാ ചെക്ക് പോസ്റ്റും ഒരുമിച്ചാണ്. പിന്നെ ഇനിയിപ്പോൾ സെൻസറിങ് സിസ്റ്റമൊക്കെ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോവ സ്റ്റേറ്റ് ആണെങ്കിലും യൂണിയൻ ടെറിട്ടറിയുടെ അധികാരങ്ങളാണ് ഇപ്പോഴും ഗോവയ്ക്കുള്ളത്. അതിനാൽ തന്നെ നമ്മൾ കയറി വരുമ്പോഴേ ആദ്യം കാണുന്നത് പ്രസാദ് വൈൻസാണ്. വലത്തുവശത്ത് പ്രസാദ് വൈൻ. ഇവിടെ ചെറിയ വെട്ടിക്കട പോലെ കേട്ടോ, ചെറിയ കടകളാണ്. നമ്മുടെ ഒരു കൂൾ ബാർ പോലെയാണ് ഇവിടുത്തെ വൈൻ ഷോപ്പുകൾ. ഇവിടെ മുഴുവൻ വൈൻ ഷോപ്പാണ് കേട്ടോ. ഈ സൈഡ് മുഴുവൻ വൈൻ ഷോപ്പാണ്. അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ ഇന്നലെ രാത്രി അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കഴിച്ചത്. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഇവിടുത്തെ ഏറ്റവും വലിയ വാട്ടർഫോൾസ് ഒന്ന് കാണണം എന്നോർത്ത് പോവുകയാണ്. നടക്കുമോ ഇല്ലയോ എന്നറിയില്ല, കാരണം ഇത് അതുപോലത്തെ മഴയാണ് വരുന്നത്. മൊത്തം കോടമഞ്ഞ് കയറി കിടക്കുകയാണ്. ഇത് കാടാണ് കേട്ടോ. അതിൻ്റെ അപ്പുറം കാടാണ്, ഫോറസ്റ്റിൻ്റെ ഏരിയയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങോട്ട് വന്നതാണ്. ഇവിടെ 2 പമ്പുണ്ട്. ഇന്നലെ നമ്മുടെ സൈക്കിള് ടയർ പഞ്ചറായിട്ട് നമ്മൾ മണിക്കൂറുകൾ തള്ളി ഇറക്കി ഇവിടെ വന്നപ്പോഴാണ് ഒരു ആശ്വാസമായത്. അതിനുശേഷം ഇവിടെ ഈ പെട്രോൾ പമ്പിൽ വന്നിട്ട് ഇവിടുത്തെ ആളെ കൊണ്ട് നമ്മൾ സൈക്കിളിൻ്റെ ടയർ നമ്മൾ എക്സ്ട്രാ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അങ്ങനെ എക്സ്ട്രാ ടയർ വെച്ച് നമ്മൾ സെറ്റ് ചെയ്തു. അതിനിടയ്ക്ക് നമ്മുടെ ട്യൂബ് മോശം ട്യൂബായിരുന്നുകൊണ്ട് അത് പിന്നെ മാറ്റി 2 പഞ്ചറൊക്കെ ഒട്ടിച്ചാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണെന്ന് അറിയില്ല. ഇനിയിപ്പോൾ യാത്ര ചെയ്ത് നോക്കാം. പൊട്ടുവാണെങ്കിൽ പൊട്ടട്ട്, അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ 6 കിലോമീറ്റർ പോയാലേ ഉള്ളൂ നമുക്കൊരു സെറ്റപ്പ് സ്ഥലം കിട്ടത്തുള്ളൂ. അതായത് മൊല്ലം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. ഈ സ്ഥലമാണ് നമ്മുടെ ബോർഡർ. കർണാടകയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ, കർണാടകയ്ക്ക് ഒരുപാട് ബോർഡറുകളുണ്ട്. പക്ഷേ കർണാടകയിലെ ബാംഗ്ലൂർ സൈഡിൽ നിന്ന് വരുമ്പോഴത്തേനുള്ള ബോർഡർ മൊല്ലമാണ്. അപ്പോൾ മൊല്ലത്തുനിന്ന് നമ്മൾ പതിയെ യാത്ര തിരിക്കുകയാണ്. അപ്പോഴത്തേ നമ്മൾ വന്ന് ഇത് വാട്ടർഫോൾസിൻ്റെ അടുത്തോട്ട് അടുക്കുന്നുണ്ട്. അപ്പോഴത്തേ മനോഹരമായൊരു പുൽമേട് കണ്ടോ. അപ്പുറത്തെല്ലാം കാടാണ്. ആ മലനിരകളും അതിൻ്റെ മലനിരകളുടെ മുകളിൽ കോടമഞ്ഞും. അപ്പോൾ തന്നെ സൂര്യൻ ഉദിച്ചു വരുന്ന ഒരു സീൻ കണ്ടോ. വളരെ മനോഹരമായ സീൻ. കാർമേഘങ്ങൾക്കിടയിൽ നിന്നും സൂര്യകിരണങ്ങൾ താഴേക്ക് വരുന്ന ഒരു സീനുണ്ട്. അടിപൊളിയാണ്. അതുപോലെ തന്നെ എരുമകൾ, പോത്തുകളൊക്കെ മേഞ്ഞ് നടക്കുന്ന ഒരു പ്രദേശം. വളരെ മനോഹരമായൊരു പ്രദേശം, കാണാൻ വളരെ മനോഹരം. അപ്പോൾ ഗോവയുടെ ഹിൽ ഏരിയയുടെ കാഴ്ചകളാണ് നമ്മൾ ആദ്യമേ തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. മലയോര മേഖലകളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അതെല്ലാം കൃഷിസ്ഥലങ്ങളാണ്, തെങ്ങാണ് കൂടുതലും. നമ്മൾ വന്നത് ആ സൈഡിൽ നിന്നാണ്, ആ മലയുടെ സൈഡിൽ നിന്നാണ് നമ്മൾ വരുന്നത്. അങ്ങനെ കറങ്ങി ഈ സൈഡിൽ കൂടിയാണ് വരുന്നത്, ഈ ഭാഗത്തുനിന്ന്. അപ്പോഴത്തെ നമ്മുടെ സൈക്കിളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. കുഞ്ഞ് സേഫാണ്. പിന്നെ ഇന്നലെയൊക്കെ മഴയായിരുന്നുകൊണ്ട് ഞങ്ങൾ ആകപ്പാടെ പെട്ടാണ് വന്നത്. പിന്നെ ടയർ പഞ്ചറായി. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണ്. ഈ വഴിയിലൂടെ കുറച്ച് ദൂരം കൂടി പോയാൽ നമ്മൾ ഏറ്റവും വലിയ വാട്ടർഫോൾസിൻ്റെ അടുത്തോട്ടെത്തും. ആ മലയുടെ മുകളിലാണ് വാട്ടർഫോൾസ്. അപ്പോൾ ശരി, നമ്മുടെ യാത്ര തുടരുകയാണ്. അപ്പോഴത്തേക്കും നമ്മൾ ദൂദ്സാഗറിൻ്റെ ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളെ ഒരു സഹോദരൻ നമ്മളെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 9 പേരുടെ ഒരു ടീമായിരുന്നു. അതിൻ്റെ അകത്ത് എന്നെയും കൂടി ആഡ് ചെയ്ത് 10 പേരാക്കി നമ്മൾ പേയ്മെൻറ്റൊക്കെ നടത്തി. കുഞ്ഞിനെ ഇവിടെ വെച്ചിട്ടേ നമുക്ക് പോകാൻ പറ്റൂ, മറ്റൊന്നുമല്ല. വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയതുകൊണ്ട് പെറ്റ്സിനെ ഒന്നും ഉള്ളിൽ അലൗഡല്ല. അതുകൊണ്ട് കുഞ്ഞിനെ ഇവിടെ ഏൽപ്പിച്ചിട്ട് നമുക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഈ ബ്രോയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ
നമ്മൾ ഒരു 13 കിലോമീറ്ററാണ് നമുക്ക് ട്രക്കിംഗ് ഉള്ളത്. നമുക്ക് ട്രക്കിംഗ് ഒരു വിഷയമല്ല. നമ്മൾ കിലോമീറ്ററുകൾ ട്രക്ക് ചെയ്ത് പല സ്ഥലങ്ങളിലും പോയിട്ടുള്ളതായതുകൊണ്ട് നമുക്ക് ട്രക്കിംഗ് ഒന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. അപ്പോൾ നമ്മൾ കുഞ്ഞിനെ ഇവിടെ ഏൽപ്പിച്ചിട്ട് നമ്മൾ യാത്ര തിരിക്കുകയാണ്. തിരിച്ചു വന്നിട്ട് വല്ല ഡോമിറ്ററി എടുത്ത് താമസിക്കാനേ പറ്റത്തുള്ളൂ. കാരണം വൈകുന്നേരം തിരിച്ചു വരത്തുള്ളൂ. തിരിച്ച് നമുക്ക് കൊല്ലം വരെ എത്താൻ പറ്റില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ശരി, നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ കുഞ്ഞിനെ ഒന്ന് സേഫ് ആക്കണം. അവളാണല്ലോ നമ്മുടെ എല്ലാം. അല്ലടി കുഞ്ഞി, നീയല്ലേ എൻ്റെ എല്ലാം? ഓക്കെ അല്ലേ? സെറ്റല്ലേ നീ? അപ്പോൾ ഇവിടെ കിടന്ന് ഉറങ്ങിക്കോണം കേട്ടോ. പെണ്ണ് ഇവിടെ കിടന്ന് ഉറങ്ങിക്കോണം. നിന്നെ ഒന്ന് ഇറക്കാം. അപ്പം നമ്മൾ വേർത്ത് കുളിച്ചു കേട്ടോ. കാരണം ഞാൻ കുഞ്ഞിനെ കൊണ്ട് അവിടെ ഒരു ഹോസ്റ്റലിൽ ചെയ്തിട്ട് അവിടെ സൈക്കിളും വെച്ച് അതിന് ശേഷം നമ്മൾ പായുമായിരുന്നു. കുഞ്ഞിനായിട്ട് പോരാൻ പറ്റിയില്ല, ശരിയായതുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ പതിയെ ഓടിപ്പോരുമായിരുന്നു. അപ്പോഴത്തെ വേർത്ത് കുളിച്ച് അതിനിടയ്ക്ക് ട്രെയിനും വന്നു. അപ്പോൾ നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണ്. ഇതുണ്ടോ, കാടിനുള്ളിലൂടെയാണ് കേട്ടോ. ഇതാണ് കൊങ്കൺ റെയിൽവേ. നമ്മുടെ കൊങ്കൺ റെയിൽവേ, നമ്മുടെ മെട്രോമാൻ നിർമ്മിച്ച ആ കൊങ്കൺ റെയിൽവേ ആണ് ഈ കാണുന്നത്. നമുക്ക് അഭിമാനമുണ്ട്. നമ്മുടെ മലയാളിയായ ഒരു എൻജിനീയറാണ് ആർ ശ്രീധരൻ. അപ്പോൾ അദ്ദേഹം നിർമ്മിച്ച കൊങ്കൺ റെയിൽവേയുടെ മുകളിലൂടെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. അപ്പത്തെ നമ്മൾ നദിക്കരയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് കണ്ടോ, നദി കയറി ഒഴുകുമ്പോഴത്തേനും വലിയ ഉരുളൻ കല്ലുകൾ കാണാം. കം 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 അപ്പത്തെ ഇതുവഴി പോരുവാണ്. കം 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 ത്രൂ ദിസ് വേ. അപ്പോഴത്തെ ഇത് കണ്ടോ, ഉരുളൻ കല്ലുകൾ കിടക്കുന്ന ഒരു ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ട്. ദൂദ്സാഗർ റിവറിൻ്റെ ഒരു കയറി ഒഴുകുന്ന, വലിയ മഴയ്ക്ക് കയറി ഒഴുകുന്ന ഒരു സ്ഥലമാണ്. ഫ്ലഡിങ് ടൈമിൽ മാത്രമാണ് ഇങ്ങോട്ട് വെള്ളം കയറുന്നത്. ഇപ്പോൾ നോർമൽ റെയിനിങ് ആണ്. അപ്പോൾ നമ്മൾ കാടിനുള്ളിലെ ഒരു വഴിയിലെത്തിയിട്ടുണ്ട്. അപ്പോഴത്തെ വലിയ ഗ്രൂപ്പാണ് കേട്ടോ. ഞാൻ എല്ലാവരെയും കൂടി ചുറ്റി കാണിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല. സൂപ്പർ നദിയാണ്. നമ്മൾ റോഡിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പം നമ്മളൊരു വാട്ടർ ക്രോസിംഗ് ഉണ്ട്, ചെറിയൊരു വാട്ടർ ക്രോസിങ് ഉണ്ടോ, അടിപൊളിയല്ലേ? അപ്പം നമുക്കൊന്ന് മുഖമൊക്കെ കഴുകിയാൽ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരുകളുടെയും മരങ്ങളുടെയും ഒക്കെ ഇടയിലൂടെ ഒഴുകി വരുന്ന വെള്ളമായതുകൊണ്ട് വളരെ ഔഷധ ഗുണമുള്ളതാണ്. പക്ഷേ മറ്റേ സലിംകുമാർ പറഞ്ഞ പോലെ എന്നെ കൊണ്ടാവല്ലേ എന്നിൽ ഔഷധ ഗുണമില്ലേ എന്ന് പറയണ്ട. ഇതിലെല്ലാം ഔഷധ ഗുണമുള്ള ഏരിയയാണ്. കാരണം ഇങ്ങനെ വരുന്ന ദൂദ്സാഗർ കാണാൻ വരുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട് വരാറുള്ളൂ. അതും പ്രായമുള്ളവർ കൂടുതൽ വരാറില്ല. കാരണം ട്രക്കിംഗ് ആണ്, വളരെ ഡേഞ്ചറസ് ട്രക്കിംഗ് ആണ്. കാരണം ഇപ്പോൾ ഈ മഴക്കാലമായതുകൊണ്ട് തെന്നിത്തെറിച്ച് കിടക്കുന്ന കല്ലുകളും കാര്യങ്ങളും ഒക്കെയാണ്. അങ്ങനെ നമ്മൾ ഇത് കണ്ടോ, നല്ലൊരു അടിപ്പൻ ഏരിയയിൽ നിന്ന് പതിയെ പോവുകയാണ്. കാനനച്ചായയിൽ ആടുമേയ്ക്കാൻ ഞാനും വരട്ടെയോ നിൻ്റെ കൂടെ. കൂടെ ആരുമില്ല, കൂടെ എൻ്റെ ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. അവരെല്ലാം ബാംഗ്ലൂർ സൈഡിൽ നിന്നുള്ളവരാണ്. അപ്പോൾ നമ്മളിങ്ങനെ വാട്ടർ ക്രോസിങ് ചെയ്യുക കേട്ടോ. ഭയങ്കര വാട്ടർ ക്രോസിങ്ങാണ്. നമ്മൾ മിലിറ്ററിക്കാർ ചെയ്യുന്ന പോലെയുള്ള പരിപാടി ഉണ്ടോ? Yeah, I'll help you, but blur me, okay? When you put to YouTube. അപ്പം നമ്മൾ ഉൾക്കാട്ടിലോട്ട് കയറിയിട്ടുണ്ട്. ഉൾക്കാടിൻ്റെ മനോഹാരിതയാണ് ഈ കാണുന്നത്. നമ്മൾ ഇന്നലെ മുഴുവൻ കാടിനുള്ളിലൂടെയാണ് വന്നതെങ്കിലും ഉൾക്കാട്ടിലൂടെയുള്ള യാത്ര അതിമനോഹരമാണ്. ഇതിനു മുൻപ് പല പ്രാവശ്യവും നമ്മൾ കേരളത്തിലെ ഉൾക്കാടുകളിൽ സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ചെറുപ്പം തൊട്ട് യാത്ര ചെയ്യുന്ന ആളായതുകൊണ്ട് പല കാടുകളും കയറി ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത് കണ്ടോ,
നിബിഡ വനമാണ്. അപ്പോൾ ചീറ്റയും പെരുമ്പാമ്പും നമ്മുടെ മാനുകളും ഒക്കെയുള്ള ഒരു കാടാണിത്. അപ്പോൾ അതിനുള്ളിലൂടെ നമ്മൾ പതിയെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ട് മഴ പൊടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം മഴയിൽ കുളിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. നമ്മുടെ നിഖിൽ നമ്മുടെ ഗൈഡ് ഫ്രണ്ടിൽ പോകുന്നുണ്ട്. പുള്ളിക്ക് ഈ കാടിനെക്കുറിച്ച് നന്നായിട്ട് അറിയാമെന്നാണ്. കാരണം ഏകദേശം 1.5 വർഷത്തോളം പുള്ളി ഇതിൻ്റെ അകത്ത് തീസിസ് ചെയ്യാൻ വന്ന ആൾക്കാർക്ക് ഗൈഡായിട്ട് പോയിട്ടുള്ളതാണ്. അതുകൊണ്ട് പുള്ളിക്ക് ഈ കാടിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. ഇപ്പോൾ നമ്മൾ ഫോറസ്റ്റിൻ്റെ ഒരു റോഡിലാണ് എത്തിയിരിക്കുന്നത്. ഫോറസ്റ്റ് ഓഫീസേഴ്സ് ട്രക്കിങ്ങിന് പോകുന്ന ആൾക്കാരെ കൊണ്ടുവരുന്ന ഒരു പുഴക്കരയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഏരിയയാണിത്. അപ്പോൾ അടിപൊളി കാടിൻ്റെ ഉള്ളിൽ, അപ്പോഴത്തെ കാടിൻ്റെ ഉള്ളിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുടയുണ്ട്, വെള്ളമുണ്ട്, അത്രയേ ഉള്ളൂ. വെള്ളം എടുക്കേണ്ട കാര്യമില്ലായിരുന്നു, പുഴയിൽ നിന്ന് വെള്ളം കുടിക്കാമായിരുന്നു. ഞാനിപ്പോൾ പുഴയിൽ നിന്നാണ് വെള്ളം കുടിച്ചത്. ഫുള്ള് മിനറൽസ് ഉള്ള വാട്ടറാണ് നമ്മൾ കഴിക്കുന്നത്. മഴക്കാലമായതുകൊണ്ട് അടിപൊളിയായിട്ട് വെള്ളച്ചാട്ടങ്ങൾ, അതായത് ഈ മരങ്ങളുടെ വേരിൻ്റെ ഇടയിൽ കൂടെയൊക്കെ വരുന്ന വെള്ളത്തിന് ഔഷധ ഗുണം കൂടുതലാണ്. അതുകൊണ്ട് അതൊക്കെ കഴിച്ചാണ് നമ്മൾ വരുന്നത്. അപ്പോൾ പൊളിച്ചടുക്കി നമ്മളിങ്ങനെ പോവുകയാണ്. അപ്പോഴത്തെ മറിഞ്ഞു കിടക്കുന്ന മരത്തിൻ്റെ അടിയിലൂടെയാണ് യാത്ര. ഇതുണ്ടോ, മഴയായതുകൊണ്ട് ഒരുപാട് മരങ്ങൾ. ഇത് നല്ല കാറ്റായിരുന്നു കേട്ടോ, പിരിച്ചൊടിച്ചെടുത്തിരിക്കുക. ഇതുണ്ടോ, ആ മരം പിരിച്ചൊടിച്ചെടുത്തിരിക്കുന്നുണ്ടോ? ഓ, അപ്പോൾ അതൊക്കെ ക്രോസ് ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. കുറേ ആൾക്കാർ പുറകിലുണ്ട്. അപ്പോൾ സൂപ്പറായിട്ടുള്ള യാത്രയിലാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറത്തുള്ള ഒരു കാനന ഭംഗിയിലൂടെ ഒരു അടിപൊളി ട്രക്കിങ്. നമ്മൾ രാമക്കൽമേടൊക്കെ ട്രക്ക് ചെയ്താണ്. അങ്ങനെ വരുന്ന വഴിയിൽ പല സ്ഥലങ്ങളും നമ്മൾ ട്രക്ക് ചെയ്തതാണ്. പക്ഷേ ഇത്രയും ദൂരമുള്ള ഒരു ട്രക്കിങ് ആദ്യമായിട്ടാണ്. രാമക്കൽമേടിൽ വെറും 3.5 കിലോമീറ്ററേ ഉള്ളൂ. ഇത് 16 കിലോമീറ്ററാണ് ഫുള്ളായിട്ടുള്ളത്. അതിൽ 10 കിലോമീറ്ററോളം നമ്മൾ നല്ല ട്രക്കിങ്ങാണ്. പിന്നെ ഇത് കണ്ടോ, നമ്മൾ പണ്ട് തൊമ്മൻകുത്തിലൊക്കെ പോകുമ്പം കാണുന്ന ആ ഒരു മരം, ഇത് കണ്ടോ, ആ തൊമ്മൻകുത്തിലെ മരം കണ്ടോ, ഇതുണ്ടോ അതിൻ്റെ ആ വേരുകൾ ഇറങ്ങി നിൽക്കുന്നത്. ഈ മരം നമ്മൾ തൊമ്മൻകുത്തി കാണാൻ പറ്റും, വലിയൊരു മരം, പെരുമരം എന്ന് പറയുന്ന സാധനം. അപ്പോഴത്തെ കുഴയും വെള്ളവും ഒക്കെ ആയിട്ടാണ്. എൻ്റെ കയ്യിൽ വേറെ ബാഗ് ഇല്ലാത്തതുകൊണ്ടാണ്. ഉണ്ടായിരുന്ന ബാഗ് കളഞ്ഞു പോയി. അതുകൊണ്ട് ബാഗൊന്നുമില്ല ഇപ്പം. അതുകൊണ്ടെല്ലാം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. പിന്നെ കുടയുണ്ട്. മഴ പെയ്താൽ സപ്പോസ് കുഞ്ഞിനെ നമ്മളവിടെ ഹോസ്റ്റലിൻ്റെ അവിടെ കെട്ടി നിർത്തിയിട്ടാണ് പോകുന്നത്. അവർക്ക് വെള്ളമൊക്കെ കൊടുത്തോളാം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ്. അപ്പോൾ ശരി, ഇവിടെ ഡ്രൈവ് ചെയ്ത് വരുന്നവരുണ്ട് കേട്ടോ. കാടിനുള്ളിലോട്ട് നമ്മൾ വന്നു. വീണ്ടും കാടിനുള്ളിലാണ്. അത് റെയിൽവേ ലൈനാണ്. ഇപ്പോൾ ഒരു ട്രെയിൻ വരുന്നുണ്ട്. ഗ്രൂപ്പ് ഉണ്ടോ, ഹാഫ് റോഡ് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ഒരു സന്തോഷത്തിലാണ് എല്ലാവരും. ഇപ്പം നമ്മൾ 4.5 കിലോമീറ്ററാണ് ഉള്ളിലോട്ട് വന്നിരിക്കുന്നത്. ഇതുണ്ടോ,